Hi everyone, this is Javin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേപ്പിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അതോടൊപ്പം കുറച്ച് ഫാന്റാസ്റ്റിക് ആയ റിപ്പോർട്ട്സും കുറച്ച് ലീക്സും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു മടിയും കാണിക്കേണ്ട. ഏറ്റവും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. അതോടൊപ്പം ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ സ്റ്റോറീസ് ആയിട്ടും റീൽസ് ആയിട്ടും ഇതേപോലുള്ള കിടിലൻ വാൾപേപ്പേഴ്സ് ഇപ്പം മാക്കിനും വേണമെന്നുണ്ട്. നമ്മുടെ മാക്ബുക്കിനുള്ള വാൾപേപ്പേഴ്സും റിലീസ് ചെയ്യുന്നുണ്ട്. എല്ലാ വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് നമ്മുടെ എവിക്കയുടെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ന്യൂസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ദിസ് ഇസ് ജെബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം iOS 26.4 അപ്ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. കുറേയധികം മാറ്റങ്ങൾ, അത്യാവശ്യം തരക്കേടില്ലാത്ത മാറ്റങ്ങൾ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നുണ്ട്. പക്ഷേ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ യാതൊരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. അതോടൊപ്പം പ്ലേലിസ്റ്റ് പ്ലേഗ്രൗണ്ട് എന്ന ഫീച്ചർ ആപ്പിൾ മ്യൂസിക്കിൽ കൊണ്ടുവന്നു. അത് USA ഓൺലി ആയിട്ടാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. തവിട് കൊടുത്തൊന്നും അല്ലല്ലോ നമ്മൾ ഐഫോൺ വാങ്ങിച്ചത്. കാശ് പുളിങ്കുരു പോലെ കൊടുത്തിട്ടല്ലേ നമ്മൾ വാങ്ങിച്ചത്. നമുക്കും തന്നെ ആ ഫീച്ചർ ഈ പറഞ്ഞ iOS 26.5 സാധനം കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ആപ്പിളിന് ഫീഡ്ബാക്കിന് ആപ്പിൽ കൂടെ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. കാരണം നമുക്കും വേണ്ടി ആ ഫീച്ചർ. നമ്മളെന്താ കാശ് കൊടുത്തല്ലേ സാധനം വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും ആ ഒരു ഫീച്ചർ വരുന്ന അപ്ഡേറ്റ്സിൽ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം WW26 ഒഫീഷ്യൽ കൺഫർമേഷൻ ആപ്പിൾ തന്നിട്ടുണ്ട്. ജൂൺ 8 മുതൽ 12 വരെ ആയിരിക്കും ഈ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമുക്ക് കാണേണ്ടത് ജൂൺ 8 മാത്രമായിരിക്കും. ആ ഒരു ഇവൻറ്റിൽ iOS 27, macOS, watchOS, tvOS, visionOS എന്നിങ്ങനെ വേണ്ട എല്ലാ പുതിയ സോഫ്റ്റ്വെയർസും കാണാൻ പറ്റും. ഈ ഒരു സോഫ്റ്റ്വെയർസിൽ ഞാൻ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിളിൽ ഇനി കൊണ്ടുവരേണ്ടത് ഒരു ചാറ്റ് ബോട്ടാണ് എന്ന്. അതായത് നമ്മുടെ ChatGPT പോലെ ഗൂഗിൾ ജെമിനി പോലെ സംസാരിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ വേണം. നമുക്ക് മെസ്സേജ് പോലെ സംസാരിക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ. അതിൽ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററീസ് ഓർമ്മ നോക്കണം. നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസും ഡാറ്റാസും ഓർത്ത് വെച്ച് നമുക്ക് അതനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് തന്നെ. ഫൈനലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ മിക്കവാറും ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ വേറെ ഹൈലൈറ്റിംഗ് ആയ ഓപ്ഷൻ, നമ്മളെല്ലാവരും ആപ്പിളിനെ വല്ലാണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു. ആപ്പിളിന് കഴിവില്ല, ആപ്പിൾ അങ്ങനെയാണ്, ആപ്പിൾ എങ്ങനെയാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ആപ്പിൾ ചിന്തിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കമ്പനി പ്ലാൻ ചെയ്യുന്ന പോലെ പ്ലാൻ ചെയ്യാൻ പഠിക്കണം. ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാരെ പോലെ ആപ്പിൾ ഈ 2026 കൊണ്ടുവരാൻ പോകുന്ന AI ഫീച്ചർ എന്തറിയോ? അതൊക്കെ പോട്ടെ, ഈ ലോകത്ത് എത്ര ബില്യൺസ് ഓഫ് ഐഫോൺ യൂസേഴ്സ് ഉണ്ട്? ഐഫോൺ മാത്രമാണ് ആപ്പിൾ യൂസേഴ്സ് അല്ല പറഞ്ഞാൽ ഐഫോൺ യൂസേഴ്സ് എന്നറിയാമോ? ഏകദേശം 2.5 മില്യൺ ആക്റ്റീവ് ഐഫോൺ യൂസേഴ്സാണ് ഉള്ളത്. ആപ്പിൾ ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഈ എല്ലാ ഐഫോൺ യൂസേഴ്സിനും സിറി അൺലോക്ക് ചെയ്ത് കൊടുക്കും. അതായത് ഇപ്പോൾ ChatGPT ഉണ്ട്, പെർപ്ലെക്സിറ്റി ആ സംഭവം, ആ ഒരു AI കമ്പനി ഉണ്ട്, ജെമിനി ഉണ്ട്, ഇങ്ങനെ കുറേ AI കമ്പനികളില്ലേ. ഈ AI കമ്പനികളുടെ എല്ലാത്തിൻ്റെയും ഒരു ഗേറ്റ് വേ ആയിട്ട് സിറി ആക്ട് ചെയ്യും. നിങ്ങൾക്ക് ChatGPTയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷനിൽ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സിനെ പറഞ്ഞ പേരെന്തായിരുന്നു എൻ്റെ പേര്? ഇപ്പോൾ പറയാട്ടാ. അതിൻ്റെ പേര് എക്സ്റ്റൻഷൻസ് അതാണ് അതിൻ്റെ പേര്. ഈ എക്സ്റ്റൻഷൻ ഓൺ ചെയ്ത് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് നമുക്ക് എക്സ്റ്റൻഷൻസ് തരുന്ന പോലെ മേ ബി ഈ പറഞ്ഞ ChatGPTയുടെ എക്സ്റ്റൻഷൻ നമ്മൾ സിറിയിലേക്ക് കൊടുത്തതിനാൽ സിറിയുടെ ഇൻ്റർഫേസിൽ വർക്ക് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ബ്രെയിൻ ഫുള്ള് വർക്ക് ചെയ്യാൻ പോകുന്നത് സിറി ആയിരിക്കില്ല. കംപ്ലീറ്റ് ബ്രെയിൻ വർക്കിങ്ങും ചെയ്യാൻ പോകുന്നത് ChatGPT ആയിരിക്കും. വിച്ച് മീൻസ് ആപ്പിളിന് ഈ പറഞ്ഞ AI പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ ട്രെയിനിങ് ചെയ്യാനോ ഒരു രൂപ ചിലവില്ല. വലിയ ഫെസിലിറ്റീസ് വേണ്ട. വലിയ കമ്പനീസും എംപ്ലോയീസിനും കൊടുക്കുന്ന സാലറീസ് വേണ്ട. വേറൊരു കമ്പനി പവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നത് സിറിയിലൂടെ ആയിരിക്കും. മനസ്സിലായോ?
അതെന്തുകൊണ്ട് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ പ്രൊമോട്ട് ചെയ്യുന്നു? 2.5 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ കളിക്കുന്ന എന്തോരം പേരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തോരം പേരാന്ന്. അത് ഐഫോൺ മാത്രമാണ്, മാക്ക് വേറെ, ഐപാഡ് വേറെ, ഇതൊക്കെ എന്തോരം ഡിവൈസുകളുണ്ട്. ChatGPT, ഗൂഗിൾ ജെമിനി, പിന്നെ മെറ്റ എടുക്കുമെന്ന് അറിയില്ല. എന്നാലും ഇവരൊക്കെ ക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ആപ്പിൾ ഒന്നുമില്ലാതെ നിങ്ങൾ ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻ്റർഫേസ് എടുത്തു, നിങ്ങളുടെ ബ്രെയിൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ ഇനി അതായിരിക്കും അടുത്ത ഏറ്റവും വലിയ ഇന്നോവേഷൻ. അത് കൂടാതെ തന്നെ ആപ്പിൾ ഇപ്പോൾ ജെമിനി ആയിട്ട് ചെറിയൊരു ടൈപ്പില്ലേ, ആരും അറിയാതെ ഒരു സ്ലീപ്പർ ബിൽഡ് എന്നുള്ള രീതിയിൽ ആപ്പിൾ സ്വന്തമായിട്ട് ഒരു സിറി, നമ്മുടെ മാക്കിലൊക്കെ നമുക്ക് സിറി ആപ്ലിക്കേഷൻ ഉള്ള പോലെ ഐഫോണിലേക്കും എന്തായാലും ഒരു സിറി ആപ്ലിക്കേഷൻ വരും. ഈ സിറി ആപ്ലിക്കേഷനിൽ നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, ഡാറ്റാസ് ഡൗൺലോഡ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആപ്പിളിന് അവരുടെ ട്രെയിനിങ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ മോഡൽ ട്രെയിൻ ചെയ്യാനും പറ്റും. അൾട്ടിമേറ്റ്ലി ഞാൻ പറയണത് നിങ്ങൾ എഴുതി വെച്ചു, 2026, 27, 28 ആകുമ്പോഴത്തേക്കും ഏറ്റവും മാസീവായ ചേഞ്ച് എയിൽ കൊണ്ടുവരാൻ പോകുന്നത് ആപ്പിളായിരിക്കും. എഴുതി വെച്ചോ മക്കളെ, ഇങ്ങനെ നടക്കും. അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള പ്രോസസ്സായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെ കുറവുകളുണ്ടോ, എന്തൊക്കെ ഫോൾട്ടുകളുണ്ടോ എന്ന് കറക്റ്റ് മനസ്സിലാക്കി ഈ പറഞ്ഞ ആപ്പിൾ ഒരു മാർക്കറ്റിൽ കറക്റ്റ് ഒരു അടി അടിക്കും. ആ ഒരു അടി കിടിലൻ അടിയായിരിക്കും കാത്തിരുന്നു. അതോടൊപ്പം തന്നെ മാക് പ്രോ എന്നൊരു സാധനം ഓർമ്മയുണ്ടാവും, വലിയ ജൈൻ ഹോൾസ് ഒക്കെ ഉണ്ടായിട്ട് ഒരു CPU മോഡൽ. അതോടൊപ്പം തന്നെ പ്രോ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം $999 വിറ്റുകൊണ്ടുന്ന ഒരു ഗോൾഡൻ, ഒരു സ്വർണം കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഒരു വീൽ ഉണ്ടായിരുന്നു മാക് പ്രോന്. ആ ഒരു സംഭവം ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൻ്റെ വെബ്സൈറ്റിലൊന്നും ഇപ്പോൾ ആ ഒരു മാക് പ്രോ ഒന്നും ലഭിക്കില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ M2 Ultra, M2 Pro, M2 Ultra ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് മാക് പ്രോയിൽ വെച്ച ചിപ്സെറ്റ്. അതിനുശേഷം ഒരു ചിപ്സെറ്റും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ആപ്പിളിൻ്റെ ഏറ്റവും മുന്തിയ ഇനം മാക്കായിട്ട് നിൽക്കുന്നത് മാക് സ്റ്റുഡിയോയും അതോടൊപ്പം ഇപ്പം ഇറങ്ങിയ മാക് ബുക്ക് പ്രോസൊക്കെയാണ്. ഇനി വരാൻ പോകുന്നതും അതേപോലെ സ്മോളർ സൈസിൽ ജൈൻറ്റ് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ബീസ്റ്റുകളായിരിക്കും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത്. ആ CPU കണക്കുള്ള പോലെ വലിയ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും വലിയ പ്രൊഡക്റ്റുകൾ മേ ബി ആപ്പിൾ കൊണ്ടുവരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ മാക് പ്രോയിൽ നമുക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള SSDs ഒക്കെ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരുന്നു ആപ്പിൾ അത് റിലീസ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആപ്പിൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഗിൾ ഒരു പുതിയ അനൗൺസ്മെൻ്റ് നടത്തിയിട്ടുണ്ട്. iOS ഇല്ലേ, iOS എന്ന് പറഞ്ഞാൽ ഐഫോൺ മാത്രമല്ലാതെ വെയറബിൾസ് ഇല്ലേ, നമ്മുടെ എയർപോഡ്സ്, എയർപോഡ് മാക്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 70+ അല്ലെങ്കിൽ 70+ ലാംഗ്വേജസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ ട്രാൻസ്ലേഷൻ നമുക്കില്ലെങ്കിൽ പോലും പല കൺട്രീസിലും അത് ലഭിക്കുന്നില്ല. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഗൂഗിൾ ട്രാൻസ്ലേഷൻ നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആപ്പിൾ ഇപ്പം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? ആപ്പിളിന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചെറിയ പെർസെൻറ്റേജ് ടാക്സ് കിട്ടും. മനസ്സിലായോ? ഈ ടാക്സ് മാത്രം മതി ആപ്പിളിന് ജീവിച്ചു പോകാനായിട്ട്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്താണോ അതേപോലെയാണ് ആപ്പിളിന് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അത് പല രീതിയിലും പല കമ്പനികളിൽ നിന്നും കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് മാത്രം മതി ആപ്പിളിന് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് മാർജിൻ ഹൈക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ഓപ്ഷൻ കൊണ്ടാണ് പല കാര്യങ്ങളും ആപ്പിൾ ഇപ്പോൾ ഇലാബറേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് വൺ ഓഫ് ദ മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതോടൊപ്പം തന്നെ ഐഫോണിൻ്റെ ഒരു 20th ആനിവേഴ്സറി വരുന്നുണ്ട്. ഇപ്പോൾ ആപ്പിളിൻ്റെ 15th ആനിവേഴ്സറി ഇങ്ങനെ ആപ്പിൾ ബിൽഡ് ചെയ്ത് April 1 ആപ്പിൾ എന്നുള്ള കമ്പനി ആക്ച്വലി ബിൽഡ് ചെയ്ത്. അതിൻ്റെ ഒരു 50 കൊല്ലത്തെ ബർത്ത്ഡേ പാർട്ടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ സിഡ്നി ഓപ്പറ ഹൗസിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. US, ജപ്പാനിൽ, ചൈനയിലൊക്കെ പല പരിപാടികൾ ആപ്പിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 50 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് ആപ്പിൾ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 20 കൊല്ലം ഐഫോൺ ഇറങ്ങിയിട്ട് 20 കൊല്ലം ആവുന്നതുകൊണ്ട് ഒരു ക്വാഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കേർവ്ഡ് ഡിസ്പ്ലേയിൽ ഐഫോൺ കൊണ്ടുവരും എന്ന് കേൾക്കുന്നുണ്ട്. iPhone 20 ആയിരിക്കും, അല്ലെങ്കിൽ iPhone 19 20 എന്തോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ മേർജ്ഡ് ആയിരിക്കും, ബെസൽസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഐഫോൺ കൊണ്ടുവരും എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വരുന്ന 18 Proയിലും ബെസൽ സെയിം ബെസൽ തന്നെ ആയിരിക്കും.
17-ൻ്റെയും 17 Proൻ്റെ ഒക്കെ സെയിം ബസ്സിലായിരിക്കും. പക്ഷേ ഡൈനാമിക് ഐലൻഡ് ചെറിയ സ്മോളർ ആയിരിക്കും. ഡൈനാമിക് ഐലൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അയ്യോ ഇത് മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ ആപ്പിൾ ഇൻ്റലിജൻസ് കൊണ്ടുവരും, കുറച്ചുകൂടെ ബെറ്റർ ആക്കും iOS 27. iOS 27 കൊണ്ടുവരാൻ പോകുന്ന സിറി ഡൈനാമിക് ഐലൻഡിലായിരിക്കും എന്നും ഒരു റിപ്പോർട്ടുണ്ട്. മനസ്സിലായ? ഇപ്പോൾ നമുക്ക് 3 ടൈപ്പ് സിറി ഉണ്ട്. ഒന്ന് റെഗുലർ ആയിട്ടുള്ള താഴത്ത് കാണുന്ന സർക്കുലർ സിറി, രണ്ടാമത്തത് എഡ്ജിൽ ഗ്ലോ ചെയ്യുന്ന സിറി, മൂന്നാമത്തെ ഡൈനാമിക് ഐലൻഡിൽ വരുന്ന സിറി. ആ ഒരു മാറ്റവും ഈ വരുന്ന 2026 iOS 27 ആപ്പിൾ കൊണ്ടുവരും എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ന്യൂസിൽ കിട്ടിയ ഏറ്റവും പുതിയ റിപ്പോർട്ട്സും ലീക്സും എന്ന് പറയുന്നത്. iOS 27 വരാൻ പോകുന്ന മേജർ ആപ്പിൾ ലീക്സ് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതിൻ്റെ ഒരു കാര്യങ്ങൾ കുറച്ചും കൂടെ റെഫർ ചെയ്തിട്ട് എല്ലാ ഡീറ്റെയിൽസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇപ്പോൾ കിട്ടിയ എല്ലാ കാര്യങ്ങളും നമുക്കത് സംസാരിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ഒരു കൊല്ലം 1 million സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്യണം. കുറച്ചധികമാണെങ്കിൽ പോലും നമുക്ക് എത്രത്തോളം എത്തിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് ഈ ഒരു കൊല്ലം എത്തിക്കണം. 1 million ആണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നമുക്ക് എത്രയും വേഗം എത്തണം. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ്, അതായത് നമ്മൾ ഇതേപോലത്തെ അടിപൊളി വാൾപേപ്പേഴ്സ്, സ്റ്റോറീസ്, അതോടൊപ്പം റീൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Yebin Sevia signing from Evika.